മണ്ണുത്തി ഗാർഡൻസിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഞങ്ങളൊരു ചെറിയ ഈ ട്രിപ്പിലാണ് UAEയിലേക്കാണ് ട്രിപ്പ് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഈ ഭയങ്കര വലിയ ബിൽഡിങ്ങും അതുപോലെ കുറേ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ടാണ് തോന്നിയത്. നമ്മുടെ ഈ നാട്ടിലൊക്കെയുള്ള പാഴ്ചെടികളും പുൽച്ചെടികളൊക്കെ ഇല്ലേ, അത് നല്ല ഭംഗിയിൽ ലാൻഡ്സ്കേപ്പാക്കി അല്ലെങ്കിൽ ബുഷി ടൈപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് ഇതിന് ഓരോ സ്ഥലത്തും ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വെയിലൊക്കെയാണ് അല്ലെങ്കിൽ മരുഭൂമിയൊക്കെ ആണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ ചെടികളുടെ കളക്ഷനും അതിൻ്റെ മെയിൻ്റനൻസും കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. അപ്പോൾ ഇതുപോലെയുള്ള ലാൻഡ്സ്കേപ്പൊക്കെ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോയത് അബുദാബിയിലത്തെ ഒരു പാലസിലാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. സത്യം പറഞ്ഞത് നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒന്നാണ്. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുന്ന വിധത്തിലാണ് ഇതിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറേ പൂക്കളും ചെടികളൊക്കെ കണ്ടു. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പൂവില്ലേ, അത് ഒറിജിനലാണെന്ന് എനിക്ക് തോന്നുന്നത് ഓർക്കിഡ്, പക്ഷേ അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഇതിനകത്തും കുറേ പ്ലാന്റ്സൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഒറിജിനലായിട്ടുള്ള നല്ല റോസസും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട ആ ഓർക്കിഡാണ്. പിന്നെ ഇതിൽ ഈ പാം ട്രീസൊക്കെ കണ്ടില്ലേ റോഡ് സൈഡിൽ, ഈ ട്രാഫിക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പാം ട്രീസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ ഞങ്ങൾ പോയത് ബാബ്സ് ഹിന്ദു മന്ദിറാണ്. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ പെറ്റൂണിയ ഫ്ലവേഴ്സ്. നല്ല ചൂടായിരുന്നു നമുക്കവിടെ നിൽക്കാൻ വേണ്ടി തന്നെ, പക്ഷേ ഈ പെറ്റൂണിയ ഒന്ന് വാടിക്കരിഞ്ഞു പോലും പോയിട്ടില്ല. പിന്നെ ഈ ബാബ്സ് ടെമ്പിളിൻ്റെ പുറത്തെ കൊത്തുപണികളില്ലേ, നല്ല ഫിനിഷിങ്ങാണ്. ഓരോരോ ബിംബങ്ങളായിട്ട് ഇതിൽ കൊത്തുപണിയായിട്ട് നമുക്ക് ചെയ്ത് കാണാം. പിന്നെ അതിൽ നല്ല വെയിലാണെങ്കിലും ആ കല്ലിന് ഒട്ടും ചൂടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സുഖമായിട്ട് അതിൽ നടക്കാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാബ്സ് ടെമ്പിളിൻ്റെ ഫുള്ള് നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പാകത്തിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഓർക്കിഡില്ലേ, ഓർക്കിഡ് ആണ് നല്ല ഒറിജിനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് തൊട്ട് നോക്കാനൊന്നും പറ്റില്ല, സെക്യൂരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമേ അവർ അലോ ചെയ്തുള്ളൂ. ഇതിൻ്റെ ഈ പാലസിൻ്റെ പുറകുഭാഗം എന്ന് പറയുന്നത് നല്ലൊരു കടലിൻ്റെ ഒരു വ്യൂ വരുന്ന സൈഡായിരുന്നു. അപ്പോൾ ചൂട് കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല, ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയത് വേറെ ഒന്നുമല്ല, പെറ്റൂണിയയുടെ ഇങ്ങനെ ഒരു കളക്ഷനായിട്ട് അവർ നട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ പാം ട്രീസിൻ്റെ അടിയിൽ ഇങ്ങനെ പെറ്റൂണിയ നടും, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പെറ്റൂണിയ വാങ്ങുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോവുക ചെയ്യാറ്. ഇവരെങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല ഈ ചാനലിൽ ഞങ്ങൾ സെയിൽസിനുള്ള പ്ലാൻസും അതുപോലെ സീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യണേ. താങ്ക്